ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയുടെ അഹങ്കാരം സഹിക്കാൻ മേലാതെ അലീനയും കൂട്ടിക്കൊണ്ട് മനു വൈജയോട് നല്ല നാല് വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങ് പോരുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ വൈജയന്തി നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ വണ്ടിയിലിരുന്ന് സംസാരിച്ചുകൊണ്ട് വരുന്നു. പിന്നെ ബാലന് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ബാലൻ ചന്ദ്രൻ സാറ് കഴിഞ്ഞ 2 ദിവസം മുന്നേ പോയതാണെന്നും അന്ന് തന്നെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലൻ പോയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ മനു ഇങ്ങനെ ചോദിക്കുക. എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അതിനി വൈജമേഡത്തിന് അറിയാമോ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അലീന മനുവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന് ഭയങ്കര സങ്കടവും ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ടോ. അങ്കിളിന് എന്തോ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ വിഷമഘട്ടം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഒരിക്കലും അങ്കിൾ ഇങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്കും ഭയങ്കര സങ്കടം. ആകെ ആ വീട്ടിൽ എന്നോടൊരു സ്നേഹവും കരുതലൊക്കെ കാണിക്കുന്നത് സാറും അതുപോലെ കൃഷ്ണമോളുവാ. സാറിന് അങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറഞ്ഞു. എന്തായാലും താൻ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് അങ്കിളിന് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക നമ്മുടെ മനു. അപ്പോൾ മുത്തശ്ശിയുടെ കാര്യം എന്തായോ എന്തോന്ന് ഓർത്തുകൊണ്ട് അലീനയ്ക്ക് ഒരു ടെൻഷൻ. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമല്ലോ, അപ്പോൾ വിവരങ്ങൾ അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വേഗം പോവുക. ഈ സമയത്താണെങ്കിൽ ബാലനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വൈജയന്തി പുറത്തോടെ കിടന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ആര് കാണാൻ, ആര് കാണിക്കാൻ? വൈജയന്തിക്കാണെങ്കിൽ ബാലൻ ഈ നിമിഷം വരെ കാണാനായിട്ട് പറ്റിയിട്ടുമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ മനുവും അതുപോലെ അലീനയും കൂടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. അവർ രണ്ടുപേരും കൂടി ചെന്നപ്പോഴത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ അവിടെ ടെൻഷൻ അടിച്ച് കിടക്കുമായിരുന്നു. എന്തായി എന്നറിയാത്തത് കൊണ്ട് ഓടിക്കതച്ച് ഇവർ മുറിയിലേക്ക് ചെന്നപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ, മക്കളെ ബാലൻ്റെ കാര്യം എന്തായി, ബാലൻ്റെ കാര്യം എന്താ ഡോക്ടർ പറഞ്ഞ്, ബാലൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് തുറതുറാന്ന് സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശി സമാധാനമായിട്ടിരിക്കുക, അങ്കിളിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനു മുത്തശ്ശിയെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി മരുന്ന് കഴിക്കണ്ടേന്ന് ചോദിച്ചു. മുത്തശ്ശിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല, ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട മോളെ, ബാലൻ്റെ കാര്യം എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്താണോ നമ്മുടെ മനുവിനെ ഡോക്ടർ വിളിച്ചു പറഞ്ഞത് ആ കാര്യം മനു അങ്ങനെ പറയുവാണ്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരാനിപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? അവനിവിടുന്ന് പോയപ്പോൾ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണല്ലോ. പോയിട്ട് വന്നതും അവൻ ഭയങ്കരമായിട്ട് മദ്യപിക്കാനും തുടങ്ങി, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മനു പറഞ്ഞു, അങ്കിളിൻ്റെ മനസ്സിന് എന്തോ ഭയങ്കരമായിട്ടൊരു വിഷമം തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്കിൾ അങ്ങനെ മദ്യപിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്കിൾ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ലല്ലോ, അങ്കിൾ അങ്ങനെ മദ്യപിക്കാറുമില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അങ്കിൾ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് മനു ഇങ്ങനെ പറയണം. അപ്പോൾ സാറിന് ഇതുപോലൊരു അവസ്ഥയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മനുവേട്ടാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വൈജി എന്തിയാ കൊച്ചേ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിന്നെ മുത്തശ്ശിക്കറിയാവോ, അലീന ഇവിടെ കൃത്യസമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടും അലീന ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്തത് കൊണ്ടുമാണ് അങ്കിളിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ അങ്കിള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ അങ്കിള് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം അലീനയാണെന്ന കാര്യം മനു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടും മുത്തശ്ശിയുടെ മകള് എന്താ ചെയ്തതെന്നറിയാവോ? അലീനയോട് യാതൊരു മനസാക്ഷി മര്യാദയില്ലാതെ വളരെ മോശമായിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചത്. ഇതുവരെ ആൻറ്റിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം എന്നൊക്കെ മനു ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ഞാനിവിടുന്ന് പോയിക്കോട്ടെ മനുവേട്ടാ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് അലീന പറയുക. അതെന്താ താൻ അങ്ങനെ പറഞ്ഞതെന്ന് മനു ചോദിച്ചേ. അന്നേരം അത് പിന്നെ ഇനിയിപ്പോൾ സാറിന് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഹോസ്പിറ്റലിൽ സാറിൻ്റെ അടുത്ത് മേഡമുണ്ട്. അതുമാത്രമല്ല സാറ് അസുഖമൊക്കെ ഭേദമായി വീട്ടിലേക്ക് വരുമ്പോൾ ഇനി ഇവർക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ വേണ്ട. മേഡം തന്നെ പറഞ്ഞത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായതെന്നാണ്. ഇനി ഞാനിവിടെ നിൽക്കുന്നിടത്തോളം ആ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയുള്ളൂ. ഒന്നാമത്തെ കാര്യം മേഡത്തിന് എന്നെ തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പ്രശ്നമായിട്ട് വരും. ഞാനിവിടുന്ന് പോയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അലീന ഇങ്ങനെ പറയുക. അപ്പോൾ താനിവിടുന്ന് പോയി കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം ആര് നോക്കുമെന്ന് ചോദിച്ചു. അത് ആരെങ്കിലും വേണം കൊണ്ടുവരും, അത് ഉറപ്പുള്ള കാര്യമല്ലേ, അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ താൻ നോക്കുന്നത് പോലെ ആകുമോ എന്ന് ചോദിക്കുവാണ്. എന്തായാലും മേഡം ഓരോന്ന് പറയുമെന്നോർത്തുള്ള പേടിയല്ലേ തനിക്ക്? ബാലചന്ദ്രൻ സാറിന് അലീനെ ഇഷ്ടമല്ലേ? മാത്രമല്ല ഇനി ആൻറ്റി തല പൊക്കാതെ ഞാൻ നോക്കിക്കോളാം. ആൻറ്റി എന്തെങ്കിലും ഇനി പറഞ്ഞു വന്നാൽ ആൻറ്റിയുടെ തലയടിച്ച് പരത്തുന്ന രീതിയിൽ, അടിച്ചിരുത്തുന്ന രീതിയിൽ 4 ഞാൻ തിരിച്ചങ്ങ് പറയും. അത് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആൻറ്റി ഒന്നും ഇനി പറഞ്ഞുകൊണ്ട് വരാനും പോകുന്നില്ല. ബാലചന്ദ്രൻ സാറിന് രക്ഷകിയായ തന്നെ ഇനി ആൻറ്റിയെ കൊണ്ടിട്ട് അവഹേളിക്കാൻ ഞാനൊരു ഇട വരുത്തില്ല. അത് പോരെ,
താൻ ധൈര്യമായിട്ടിരിക്കുക, താൻ ഇവിടുന്ന് പോയാലൊന്നും ശരിയാവില്ലടോ, ഇത് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പിന്നെ താൻ വന്നപ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് മാത്രം, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് പുരോഗതിയൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞാനല്ലേ തനിക്കുള്ളതെന്നും പറഞ്ഞു മനു അലീനയെ സമാധാനിപ്പിക്കുക. താൻ പോകരുത്, പോകാനും ഒക്കെ സമയമുണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ചു. അതിനുശേഷം എന്നാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ, അവിടെ എന്താ കാര്യം എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനു ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ അലീനയോട് യാത്ര പറഞ്ഞു, മുത്തശ്ശിയോട് പറഞ്ഞു, അപ്പോൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാനാണെങ്കിൽ വിളിക്കണേടാ മക്കളെ എന്ന് മുത്തശ്ശി പറയുമ്പം അത് പിന്നെ ഞാൻ വിളിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് പറഞ്ഞ് മനു അലീനയോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി അലീനയും കൂടി ഇങ്ങനെ സംസാരിക്കുക, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അലീനെ നമ്മുടെ ബാലചന്ദ്രന് സഹായിയായ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ കൃഷ്ണമോളാണെങ്കിൽ നമ്മുടെ ബാലൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് അച്ഛൻ കണ്ണ് തുറക്കുന്നതും നോക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് കൃഷ്ണൻ നേരെ അച്ഛൻ കണ്ണ് തുറന്ന് നോക്കി. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ അച്ഛനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. അച്ഛനും മോളും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ആ സമയത്ത് ബാലനോട് അമ്മയ്ക്ക് അച്ഛനെ കാണണം എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോഴത്തേക്കും ബാലൻ്റെ രക്തം തിളച്ചു. ബാലനെല്ലാം പാലിച്ച് പൊട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ നോക്കിയപ്പോഴത്തേക്കും കൃഷ്ണയും നേഴ്സും എല്ലാവരും കൂടെ പിടിച്ചു. പെട്ടെന്ന് തന്നെ ബാലന് സഡേഷനൊക്കെ കൊടുത്തു. ബാലനെ ഒന്ന് സെറ്റാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച ഓടി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തി ആണെങ്കിൽ എന്തായെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നിൽക്കുമായിരുന്നു. ഓടി വന്ന് അമ്മയെ കാണുന്ന എന്തായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയെ കാണുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വയലൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ അച്ഛൻ എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കിയെന്നൊക്കെ കാര്യങ്ങളൊക്കെ കൃഷ്ണ പറയും. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വൈജ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല ബാലൻ തൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ വയലൻ്റ് ആവുന്നതെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനു വന്നപ്പോഴത്തേക്കും മോളെ എന്തായി, ഡോക്ടർ എന്തായാലും പറഞ്ഞോ, പിന്നെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ കൊച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, ആൻറ്റിയുടെ സ്വഭാവം തന്നെയാണ് ഇതിനൊക്കെ കാരണം. ആൻറ്റിയോട് എന്തോ ഒരു പ്രശ്നം അങ്കിളിനുണ്ട്. ആൻറ്റിയും അങ്കിളും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. സത്യമായിട്ടും എനിക്ക് അറിയില്ല മനു, ഞാനും ബാലചന്ദ്രനും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഒരു സംസാരം കൊണ്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ എന്നും ചോദിച്ചുകൊണ്ട് വൈജ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഒന്ന് സംതിങ് റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഒരിക്കലും അങ്കിൾ ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നുള്ള കാര്യങ്ങളും തറപ്പിച്ച് തന്നെ നമ്മുടെ മനു പറയുക. അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞിട്ട് മനു ഞാനൊന്ന് അങ്കിളിനെ കാണട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ മനു അവിടെ ചെന്ന് നമ്മുടെ ബാലൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറേ നേരം ഇരുന്നു. ഈ സമയത്ത് പുറത്ത് വായിച്ച് തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്താ ബാലൻ്റെ പ്രശ്നം എന്നറിയാത്തത് കൊണ്ട്. അതൊന്നും അറിഞ്ഞാലല്ലേ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രതിവിധിയേ ഇല്ലാത്ത കാര്യമാണെന്ന് വൈദ്യക്ക് അറിയില്ലല്ലോ. വൈദ്യ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുവാണ്. ആ സമയത്ത് കൃഷ്ണയെ അമ്മയെ കുറേ കുറ്റപ്പെടുത്തി. അങ്ങനെ കുറ്റപ്പെടുത്തലുകളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ നിൽക്കുന്നു. മനു എന്നിട്ട് അകത്ത് ചെന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ നമ്മുടെ അങ്കിളിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ കണ്ണ് തുറന്നു. ബാലൻ കണ്ണ് തുറന്നപ്പോൾ മനുവിനെ കണ്ടു. മനുവിനെ കണ്ടപ്പോഴും ബാലൻ അങ്ങോട്ട് വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ആയില്ല. ബാലൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്കിളിന് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക. അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ? ഇങ്ങോട്ടേക്ക് വരാതെ പിന്നെ അങ്കിളിനെ കാണാൻ വേറെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുക കേട്ടോ. എന്തിനാ എന്നെ കാണുന്നതെന്ന് ചോദിച്ചു. അങ്കിളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അങ്കിളിന് എന്താ പറ്റിയതെന്ന് പറയാൻ മനു വീണ്ടും പറയുക. അങ്കിളിൻ്റെ ബന്ധുക്കളല്ലേ ഞങ്ങൾ, അതുപോലെ അങ്കിളിനെ കാണാൻ ഞങ്ങളില്ലാണ്ട് വേറെ ആരാ വരേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, കൈതക്കൽ മാളിക വീട്ടിലെ ഒരാൾ പോലും എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. ആൻറ്റി അങ്കിളിനെ കാണണമെന്നും പറഞ്ഞ് പുറത്ത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവളെ ഇപ്പം കാണാൻ സമയമായിട്ടില്ല, ഇവിടെ വെച്ച് എനിക്ക് അവളെ കാണേണ്ട സമയമാകുമ്പോൾ ഞാൻ അവളെ കണ്ടോളാം, അല്ലാതെ എനിക്ക് അവളെ കാണാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മനു അന്തം വിട്ട് ഇങ്ങനെ നോക്കുക, ഇത് എന്ത് അങ്കിളിനെ പറ്റി, അങ്കിളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരിതിലെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു, അലീന എവിടെയെന്ന് ചോദിച്ചു. അലീന വീട്ടിലുണ്ട്. അലീനയായിരുന്നു ഞങ്ങൾ വരുന്നത് വരെ ഹോസ്പിറ്റലിൽ. അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അവളാ. മാത്രമല്ല കൃത്യസമയത്ത് അവൾ CPR കാര്യങ്ങളൊക്കെ തന്നതുകൊണ്ടാണ് അങ്കിളിന് ഒരാപത്തും കൂടാതെ ഇപ്പം ഇങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റുന്നത് എന്ന് മനു പറയുമ്പോൾ ബാലനൊന്ന് ചിരിച്ചു. മനസാക്ഷിയും മര്യാദയും ആരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നല്ല, അതൊക്കെ സ്വയം ഉണ്ടാവേണ്ട ഒന്നാണെന്നൊക്കെ ബാലൻ ഇങ്ങനെ ഇരുന്ന് പറയുക. അങ്കിൾ എങ്ങോട്ടാണ് പോയേ? അങ്കിളിന് എന്താ സംഭവിച്ചേ? എന്താ ഇങ്ങനെയൊക്കെ വരാൻ കാരണം? അങ്കിൾ മദ്യപിച്ചു എന്നൊക്കെ അലീന പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. മദ്യപിച്ച് ഈ ജീവൻ അങ്ങ് അവസാനിപ്പിക്കാനായിരുന്നു ശ്രമം, അതിനും അവൾ സമ്മതിച്ചില്ല അല്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ നമ്മുടെ ബാലൻ. അവൾ സമ്മതിച്ചില്ലെന്നോ?
അലീനയുടെ സ്വഭാവം എന്താണെന്ന് അങ്കിളിന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുക. അവളുടെ സ്വഭാവം എനിക്കറിയാം, അലീനയെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പലതും. എന്തായാലും മനു ചെല്ല്, എനിക്കിപ്പോൾ ആരെയും കാണാനോ ആരോടും സംസാരിക്കാനോ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അങ്കിളെ ചെല്ലു മനു, എനിക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു മനുവിനോടും ഇങ്ങനെ ഒരു അവജ്ഞയോടെ സംസാരിക്കുക നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോൾ ബാലൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ മനുവിന് ഭയങ്കര ഒരു വിഷമമായി. പക്ഷേ ഇനിയിപ്പോൾ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് മനു ഇങ്ങ് ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോന്നു കഴിഞ്ഞിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന വൈജ മനുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ ബാലചന്ദ്രൻ പറഞ്ഞതെന്ന് ചോദിച്ചു. എനിക്ക് ബാലചന്ദ്രനെ കാണണമെന്ന് വൈജ പറയുമ്പം അങ്കിളിനെ ആൻറ്റിയെ കാണണ്ട എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം മനു പറയുക. കാണണ്ടെന്ന് പറഞ്ഞോ? അതെന്താ അങ്ങനെ പറയാൻ? അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് മനു ഇങ്ങനെ വൈജയോട് പറഞ്ഞു കേട്ടോ. എന്തായാലും വൈജയന്തിയെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ബാലൻ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ വൈജ പടിക്ക് പുറത്തും അലീന പടിക്ക് അകത്തും ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.